തിരൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി വി അബ്ദുറഹിമാൻ ഇപ്പോൾ തിരൂരിലാണുള്ളത്. തിരൂർ മങ്ങാട് വേടനൊപ്പം കിൻഷിപ്പിലെ കുട്ടികളെ കാണാനെത്തിയിരിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളാണ് പ്രേക്ഷകർക്ക് മുൻപിൽ മീഡിയ വിഷൻ എത്തിക്കുന്നത്. തിരൂർ മങ്ങാടുള്ള കിൻഷിപ്പിലെ കുട്ടികൾക്കൊപ്പം കുട്ടികളെ നേരിൽ കാണാനെത്തിയിരിക്കുകയാണ് LDF സ്ഥാനാർത്ഥി വി അബ്ദുറഹിമാൻ, ഒപ്പം വേടൻ. എല്ലാവരും വലിയ സന്തോഷത്തിൽ തന്നെയാണ് കുട്ടികൾക്കൊപ്പം പങ്കെടുക്കുകയാണ്. ഒപ്പം തന്നെ ഇന്ന് വൈകിട്ട് വേടൻ്റെ പെർഫോമൻസ് കാണാനിരിക്കുകയാണ്. അതായത് വേടൻ കുട്ടികൾക്കൊപ്പം സമയം ചെലവഴിക്കുകയാണ്. എന്തായാലും കിൻഷിപ്പിലെ ഈ കുട്ടികൾക്കൊപ്പം അവരുടെ ഈ ഒരു എന്തായാലും LDF സ്ഥാനാർത്ഥി വി അബ്ദുറഹിമാൻ കിൻഷിപ്പിൽ എത്തിയിരിക്കുകയാണ്. മൈക്കാരുണ്ടെങ്കിൽ കൊടുക്കട്ടോ സാറേ. ഞങ്ങൾ അവിടെ ഒരു ബൈറ്റ് എടുക്കാനാ. സർ 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 മക്കൾ ബൈക്ക് എല്ലാവരും കൊടുത്തോണ്ട് സർ 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 അവിടെ ഒന്നും ബൈക്ക് ഫ്രണ്ടിൽ നിന്ന് എടുക്കാം. സർ, സന്തോഷകരമായൊരു നിമിഷം എങ്ങനെയാണ് ഈ ഒരു സമയത്തെ കാണുന്നത്? ഈ നമ്മുടെ സഹോദരങ്ങൾ അവർക്ക് വേടൻ്റെ ഒരു പാട്ട് കേൾക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ആ വലിയ ആൾക്കൂട്ടത്തിലേക്ക് ഇവരെ കൊണ്ടുപോയാൽ അത് അപകടത്തിന് സാധ്യത ഉണ്ടാവും. അപ്പോൾ അദ്ദേഹം തന്നെ വേടൻ തന്നെ പറഞ്ഞു നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. എന്താണ് പറയുന്നത്? ഞാൻ ഭയങ്കര അതീവ സന്തോഷത്തിലാണ്. ഞാൻ ഇപ്പോൾ കാലത്ത് റഹ്മാനിക്ക് വന്ന് പറഞ്ഞു നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ നല്ല മക്കൾ കൂടി ഉണ്ട്, അവരെ ഒന്ന് വന്ന് കാണാൻ പറ്റി കഴിഞ്ഞാൽ നന്നായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനിപ്പോൾ എന്താണ് പോവുക. പിന്നെ നമ്മൾ വേറൊരു പരിപാടി ഉണ്ടാക്കിയാണത്. ഇപ്പോൾ വെറുതെ വന്ന് കാണില്ല ചെയ്തത്, നമ്മൾ ഇതിന് നല്ലൊരു ആഘോഷ പരിപാടി ആക്കിയിട്ട് മക്കളെല്ലാവരും കാണാവുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. മക്കൾക്ക് വേണ്ടി കടലമ്മ പാടിയാൽ മതിയോ മക്കളെ? കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്, കരയല്ല കടലല്ലേ കണ്ടത്, കടലിൻ്റെ മക്കളാ കടലിൻ്റെ. സന്തോഷകരമായ നിമിഷത്തിൽ തന്നെയാണ് ഈ ഒരു കുട്ടികൾക്കൊപ്പം LDF സ്ഥാനാർത്ഥി വി അബ്ദുറഹിമാൻ സമയം ചെലവഴിക്കുന്നത്. സ്ഥാനാർത്ഥി എല്ലാവരെയും എല്ലാ സമയങ്ങളിലും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ സന്ദർശിക്കാറുള്ള സാറേ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ സന്ദർശിക്കുന്ന ആള് സാർ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ സന്ദർശിക്കാറുണ്ടായിരുന്നല്ലേ? നമ്മുടെ ഒരു കുടുംബം പോലെ തന്നെയാണ്. തീർച്ചയായും ഇന്ന് വൈകിട്ട് തിരുനാവായിൽ വേടൻ്റെ ഒരു പരിപാടി LDF ഒരു പ്രചരണ സമയത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു പരിപാടിയിൽ വേടൻ സംബന്ധിക്കും. ഒപ്പം തന്നെ ഈ ഒരു നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഈ ഒരു കുട്ടികൾക്ക് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുവാൻ സാധിക്കാത്തതിൻ്റെ ഭാഗമായി തന്നെയാണ് വേടൻ ഇവിടെ എത്തി കുട്ടികളെ കാണുകയായിരുന്നു. റഹ്മാനിക്ക് മാത്രം, ബാക്കിയുള്ള എല്ലാവരും കേട്ടോ.
മക്കളെ കിട്ടില്ലടാ. ഇങ്ങനെയാണല്ലോ ഇനി ഫ്രണ്ടിക്ക് വരാം നമ്മള്. ഇതൊക്കെയാണോ? ഏതായാലും ഇവിടെ വേടൻ ഈ ഒരു കുട്ടികൾക്കൊപ്പം അവരുടെ ഒരു സമയം ചെലവഴിക്കുകയാണ്. അങ്ങനെ മന്ത്രിയും വേടനും ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. നമ്മൾ ഇന്നലെയാണ് മാമനായിട്ട് ബന്ധപ്പെടുക ഉണ്ടായത്, നാളെ പ്രോഗ്രാമിന് പോകാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ അവിടെ ഒരു ക്രൗഡിൻ്റെ ബുദ്ധിമുട്ട് ആ സമയത്ത് പറയുകയുണ്ടായി. നമ്മളെപ്പോലെയുള്ള ആളുകൾ അവിടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടാവും എന്നുള്ളത്. മീൻസ് നമുക്കറിയാലോ, എല്ലാ കഴിഞ്ഞ പ്രോഗ്രാമുകളിലൊക്കെ ഓരോ ടാസ്കുകൾ ഉണ്ടാവും. ഒന്നല്ല, ഫാൻസ് കൊണ്ടുള്ള ആ തിക്കും തിരക്കും കാര്യങ്ങളൊക്കെ കൊണ്ടാണ്. അപ്പോൾ എന്തായാലും മാമനോട് ആ ഒരു ചെറിയ കാര്യം പറഞ്ഞപ്പോൾ ഒരു പൂക്കാലം തന്നെ നമുക്കിവിടെ ഒരുക്കി തന്ന് കിങ്ഷിപ്പിൽ നമ്മളെ വേട ഇവിടെ എത്തി. എന്തായാലും മാമൻ എല്ലാവിധ ആശംസകളും നേരെയാണ്. ഇതുപോലെ നമ്മുടെ കൂടെ ഇനിയും സഞ്ചരിക്കാനുള്ള ഭാഗ്യം മാമൻ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും കൂടെ ഉണ്ടാവും. ഒരുപാട് സന്തോഷം. വേടനെ കണ്ടു, എന്താണ് സന്തോഷമായി. ഒരുപാട് കാലമായി കാണാൻ ആഗ്രഹിക്കുന്നു, കണ്ടപ്പോൾ സന്തോഷമായി. രണ്ടുപേരും പാട്ടൊക്കെ പാടി. ഓ, പാട്ടൊക്കെ കേട്ടു. എന്താണ് മാമൻ LDF സ്ഥാനാർത്ഥിയാണ്, എന്താണ് പറയാനുള്ളത്? എല്ലാവിധ പ്രാർത്ഥന ഉണ്ടാവും. വേടനെ കണ്ടു? ഓ കണ്ടു, സന്തോഷമായി. എങ്ങനെയാണ് വേടനെ കണ്ടപ്പോൾ എന്താ വേണം പറഞ്ഞു? ഒരുപാട് സന്തോഷം തോന്നി. വേടൻ്റെ ഓരോ പ്രോഗ്രാമും ഞാൻ നെറ്റിലടിച്ച് കാണാറുണ്ടായിരുന്നു. വളരെ സന്തോഷമുണ്ട്. ഞങ്ങളെ ഈ കിൻഷിപ്പിലേക്ക് വേടം വന്നത് ഒരുപാട് സന്തോഷം. ഞങ്ങൾക്ക് പിന്നെ അവിചാരിതമായി കിട്ടിയ ഒരു സന്തോഷമാണ്. ഇല്ലില്ല, പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങോട്ട് പോയി കാണണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പം അവിടെ പോയി കാണാൻ പറ്റൂല എന്നുള്ള ഭയങ്കര തിരക്കാവുമല്ലോ, അതുകൊണ്ട് അപ്പം ഞങ്ങൾക്ക് നിരാശ തോന്നിയിട്ടുണ്ടായിരുന്നു. വഴിയൊരുക്കി. ഓക്കെ, അത് ഭയങ്കര സന്തോഷം. എന്തായാലും ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും. ഏതായാലും മാമൻ്റെ ഒരു പ്രചരണ പരിപാടിയുടെ ഭാഗമായി വേടൻ ഈ കുട്ടികൾക്കൊപ്പം സമയം ചെലവഴിക്കുകയാണ്. സന്തോഷകരമായ ഒരു നിമിഷമാണ് കുട്ടികളുടെ ഒരു പ്രതികരണത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു. വീണ്ടും ഫോട്ടോ ഒരുപാട് ഇഷ്ടമായി. കാണാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു. ഒരുപാട് പ്രോഗ്രാമൊക്കെ പിന്നെ യൂട്യൂബിൽ ഇതിലൊക്കെ കാണലുണ്ട്. നേരിട്ട് കാണാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും കിൻഷിപ്പ് പോലത്തെ ഞങ്ങളെ പോലുള്ള ആളുകളെ ഉള്ള ഒരു സ്ഥാപനത്തിൽ സന്ദർശിക്കാൻ മനസ്സ് കാണിച്ച വേടന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ എടുത്തുകൂടെ കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങളെ പ്രയത്നിച്ച, ഞങ്ങളെ കൂടെ നിന്ന് അബ്ദുറഹ്മാൻ സാഹിബ്, ഫൈസൽക്ക, അതുപോലെ ഗഫൂർക്ക, ഇവർക്ക് എല്ലാവർക്കും എൻ്റെ എല്ലാവരുടെ പ്രാർത്ഥന ഉണ്ടാവും. വേടനും സന്തോഷമായില്ലേ? വേട സന്തോഷമായി, നിങ്ങൾക്ക് വലിയ സന്തോഷമായി. ഇന്നത്തെ ഏറ്റവും വലിയ പരിപാടി ഇതാണ്. വൈകുന്നേരത്തെ പരിപാടി കുഞ്ഞു പരിപാടി, ഇതാണ് ഏറ്റവും വലിയ പരിപാടി. വ്യക്തമാണ്. വലിയൊരു സന്തോഷകരമായ നിമിഷത്തിലൂടെയാണ് വേടൻ കടന്നു പോകുന്നത്. അദ്ദേഹം വലിയ വൈകിട്ടുള്ള പരിപാടിയേക്കാൾ ഏറ്റവും മികച്ച ഒരു പരിപാടി തന്നെയാണ് എന്നുള്ള ഒരു ആത്മാർത്ഥമായ ഒരു പ്രതികരണമാണ് വേടൻ മീഡിയ വിഷനൊപ്പം പങ്കുവെച്ചത്. മോതിരം കിട്ടിയ ഏതായാലും വേടൻ്റെ ഒരു മോതിരം അദ്ദേഹം സ്നേഹപൂർവ്വം കുട്ടികൾക്ക് കൈമാറിയിരിക്കുകയാണ്. അത്തരത്തിൽ വലിയ ആത്മാർത്ഥമായി തന്നെയാണ് വേടൻ ഇവിടെ ഈ ഒരു പരിപാടിയിൽ സംബന്ധിച്ച് മടങ്ങുന്നത്. കാരണം ഇവിടെ പ്രതീക്ഷിച്ചിരുന്നോ ഇത്തരത്തിലൊരു ചടങ്ങ് ഇവിടെ ഉണ്ടാകുന്നത്? ഒരിക്കലും ഇല്ല. ഞങ്ങളെ സംബന്ധിച്ച് അൺഎക്സ്പെക്റ്റഡ് ആണ്. പിന്നെ ഫൈസൽ വിളിച്ചു പറഞ്ഞ് എന്നോട് ഒരു 12:30 ശേഷം ഒരു ഗസ്റ്റ് അവിടെ വരുന്നുണ്ട്, ആരാന്നൊന്നും അറിയണ്ട പറഞ്ഞ്. അപ്പോൾ ഫൈസൽ വിളിച്ചൊക്കെ സാധ്യമാക്കി തരാറുണ്ട്. അത് പറഞ്ഞ് നിങ്ങൾ നെട്ടണ ഒരാളാണെന്ന് പറഞ്ഞ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ഡയറക്ടേഴ്സും മറ്റേ വെൽവിഷേഴ്സൊക്കെ പറയാനുണ്ട്. അപ്പോൾ പറഞ്ഞ് ആരോടൊന്നും പറയണ്ട, ചിലപ്പം വരും, ചിലപ്പം വന്നില്ലെങ്കിൽ പിന്നെ ഇതാവൂലേ എന്തായാലും. പക്ഷേ എന്താ പറയാനട്ടെ, നമ്മൾ പറയല്ല, കാണാൻ ആഗ്രഹിക്കുന്ന
ആൾ നമ്മളെ തേടി വരിക എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷമാണ്, മനോഹരമാണ്. പ്രത്യേകിച്ച് ഈ കുട്ടികൾക്ക്, ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ വേടൻ, അതേപോലെ വലിയ വലിയ കലാകാരന്മാരൊക്കെ കാണുക എന്നുള്ളത് ഒരിക്കലും ഭാഗ്യം, അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവില്ല. ഇത് വലിയൊരു ഭാഗ്യമായിപ്പോയി. ശരി, പറഞ്ഞൊരു കാര്യം, പിന്നെ വൈകിട്ട് നടക്കുന്ന പരിപാടിയേക്കാൾ മികച്ച പരിപാടിയായിരുന്നു ഇത്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. മാഡം മനസ്സ് നിറഞ്ഞ്, കണ്ണും നിറഞ്ഞ്. മാഡൻ്റെ കണ്ണ് നിറഞ്ഞപ്പോൾ നമുക്കാണ് വിങ്ങലുകൾ സംഭവിച്ചത്. കാരണം ഞാനൊക്കെ ഇവരെ കൂടുതൽ ജീവിക്കുന്ന ഒരാളാണ്. ഇവരെ പ്രശ്നങ്ങളൊക്കെ കേട്ട് മരവിച്ചാണ്. പക്ഷേ മറ്റൊരാൾ പിന്നെ ഇവരെ പ്രശ്നം കാണുമ്പോൾ നമുക്ക് എന്താ പറയുക, അഭിമാനം എന്ന് വെച്ചാൽ നമ്മളെ കൂടെ കുറേ മനുഷ്യരുണ്ട് ഇതേപോലെ ചേർന്ന് നിൽക്കാനുള്ളൊരു ബോധ്യം ഉണ്ടാവുകയാണ്. അത് വളരെ സന്തോഷം. അതിനേക്കാൾ അപ്പുറം വരെ സന്തോഷം ഞങ്ങൾക്കായിട്ടൊരു പരിപാടി വേടൻ എന്തായാലും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട്, അത് വാക്കാണ്. അത് പിന്നെ നിറവേറ്റുകയാണെങ്കിൽ കിൻഷിപ്പിന് പിന്നെ തിരിഞ്ഞു നോക്കണ്ട. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു കാര്യങ്ങൾ, എങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ സാഹചര്യം? ഇവിടെ നമ്മൾ പിന്നെ ഡെയിലി ഇവർ 50 പേരാണ് ഇവിടെ വരുന്നത്. പിന്നെ കിൻഷിപ്പിൽ 50 പേരാണ് ഡെയിലി വരുന്നത്. പിന്നെ ഫിസിക്കലി ചലഞ്ചുള്ളവർ, അതായത് വീൽ ചെയറിൽ പിന്നെ നടക്കാൻ കഴിയാത്തവരും പിന്നെ സ്വന്തം കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തവരാണ്. പ്രത്യേകിച്ച് ഇതിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ഇൻ്റലക്ച്വൽ ഡിസേബിൾ, അതിലത്തെ എം ആർ ഉള്ള പിന്നെ കുട്ടികൾക്കുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. തിരുവനന്തപുരം 4 പക്ഷേ ഫിസിക്കലി ചലഞ്ചറായിട്ടുള്ള സ്ഥാപനം വളരെ റയറാണ്. അതിലൊന്നാണ് കിൻഷിപ്പ്. പിന്നെ അപകടം മൂലമോ ജന്മനാലോ വൈകല്യങ്ങളുള്ള ആൾക്കാർക്ക് സ്വന്തമായിട്ട് അവരെ പ്രാപ്തമാക്കണം. അതായത് ഫിസിക്കലി അവർ നേരിടുന്ന പ്രശ്നങ്ങളാണ് പല്ല് തേക്കാൻ, ഭക്ഷണം കഴിക്കാൻ, വസ്ത്രം ധരിക്കാൻ, അവർ പ്രാഥമിക കർമ്മങ്ങൾ ചെയ്തതൊക്കെ വൃത്തിയാക്കാൻ, അതൊക്കെ നമ്മളിവിടെ 10ഓളം തെറാപ്പികളിലൂടെ അവരതിനെ പ്രാപ്തമാക്കും. അവരുടെ മാതാപിതാക്കളുടെ കാലശേഷം അവർക്ക് സ്വന്തം അവരെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രാപ്തമാക്കുന്ന ഒരു സ്ഥാപനം. അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ അവരുടെ കാലശേഷം അവർക്ക് സ്വാതന്ത്ര്യത്തോടെ ബാത്റൂമിൽ പോകാനും പല്ല് തേക്കാനും വസ്ത്രം ധരിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ അവർക്ക് കഴിയുക എന്നുള്ളതാണ് ഈ തെറാപ്പിയിലൂടെ. അത് കഴിഞ്ഞാൽ പിന്നെ അല്ലാതെ അവരെ ഓടുക നടത്തുക ചാടുക എന്നുള്ളതല്ല. അത് കഴിഞ്ഞാൽ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കും. വിദ്യാഭ്യാസം ഇവിടെ ഇപ്പോൾ 12 വർഷമായി സ്ഥാപനം. ഇവിടെ അത് പിന്നെ നമുക്കൊരു അബ്ബാസ് ഖാൻ എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ് 25 സെൻറ്റ് സ്ഥലം ഫ്രീ ആയിട്ട് തന്നതാണ്. ബാക്കി നാട്ടുകാരും വരെ പോലത്തെ കുറേ മനുഷ്യരുണ്ട്. ഞങ്ങൾക്ക് വെൽവിഷേഴ്സായിട്ട് 10-40 പേരുണ്ട്. ഡയറക്ടേഴ്സ് ഒരു പിന്നെ എന്നെ കൂടാതെ 5 പേരുണ്ട്. അവരൊക്കെ പാടെ ചേർന്നിട്ടാണ് ഈ ഒരു സൗകര്യം ഇവിടെ ഒരുക്കി തന്നത്. ഇവിടെ പിന്നെ ആ ആൾക്കാർ പിന്നെ വിദ്യാഭ്യാസം കൊടുക്കും. ഈ 12 വർഷത്തിനുള്ളിൽ ഏകദേശം 350 പേരും ഫിസിക്കലി ചലഞ്ചുള്ളവരെ നമ്മൾ എഴുത്തും വായനയും പഠിപ്പിച്ച് അവർക്ക് തുല്യതാ പരീക്ഷകളും റെഗുലർ പരീക്ഷകളും SSLC, +1, +2, ഡിഗ്രി, ഡബിൾ ഡിഗ്രി, PG ഒക്കെ വരെ എത്തിച്ചിട്ടുണ്ട്. പിന്നെ കമ്പ്യൂട്ടർ പഠിപ്പിച്ചു കൊടുത്ത് കമ്പ്യൂട്ടർ മേഖലയിൽ അതുപോലെ ഫാഷൻ ഡിസൈനിങ് അങ്ങനെയുള്ള ഓരോ തൊഴിൽ ഓരോ പരീക്ഷകളും ഒക്കെ ഓരോ പ്രാപ്തമാക്കിയിട്ട് ഇതാക്കും. അപ്പോൾ ആദ്യം ഫിസിക്കലി അവരെ പ്രോബ്ലം മാറ്റും, പിന്നെ എഡ്യൂക്കേഷൻ കൊടുക്കും, പിന്നെ ലാസ്റ്റാണ് റീഹാബിലിറ്റേറ്റ് ചെയ്യും, അതായത് തൊഴിൽ പഠിപ്പിക്കും. ഇപ്പോൾ ഇവിടെ അരക്ക് താഴെ 10ഓളം പിന്നെ പെൺകുട്ടികൾ, തളർന്ന പെൺകുട്ടികൾ നടത്തുന്ന ടൈലർ യൂണിറ്റ് ഉണ്ട്. പിന്നെ ഫുഡ് സേഫ്റ്റി ലൈസൻസോടുള്ള അച്ചാർ മേക്കിംഗ് യൂണിറ്റ് ഉണ്ട്. പിന്നെ ബാഗ്, കൊട, ഡിറ്റർജൻറ്റ് ഐറ്റംസ് ഇതൊക്കെ നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഫിസിക്കലി പ്രോബ്ലം മാറ്റി എഡ്യൂക്കേഷൻ കൊടുത്ത് പിന്നെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക. തികച്ചും സൗജന്യമായിട്ടും ഇതൊക്കെ ചെയ്യണം. നമുക്ക് 3 വാഹനമുണ്ട്. 2 വാഹനമാണ് ഇപ്പോൾ ഒന്നും കൂടി എടുക്കണം എന്നുള്ള ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതിന് ആൾക്കാരെ എടുത്ത് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ അപ്പോൾ ആ 3 വാഹനത്തിൽ കൊണ്ടുവരും. പിന്നെ ഉച്ചഭക്ഷണം നമുക്ക് ബെഞ്ചുമാർക്ക് ഇൻ്റർനാഷണൽ സ്കൂളിൽ അവിടുന്ന് അവർ ഫ്രീ തരും. അതും കൊടുത്ത് ഇവിടെ ഒരു മാസം ഏകദേശം 2.5-3 ലക്ഷം റുപ്യ ചിലവുണ്ട്. ഈ നാട്ടിലെ തിരൂരിൻ്റെ, മലപ്പുറത്തിൻ്റെ, കേരളത്തിൻ്റെ മലയാളികൾ തന്നിട്ടാണിത് നടന്നു പോണത്. പിന്നെ ഇങ്ങനത്തെ കുറേ മനുഷ്യരുണ്ട് കൂടെ. ഭാവിയിൽ വൈകാതെ നല്ലൊരു സിറ്റുവേഷനിൽ എത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ്. തീർച്ചയായിട്ടും നമ്മളെ ഡ്രീം അങ്ങനെയാണ്. കാരണം വെച്ചാൽ നമുക്ക് ഈ കാണുന്ന ഇനിയും ഒരുപാട് രക്ഷിതാക്കൾ ഇവിടെ പിന്നെ അപേക്ഷ തന്ന് കിടക്കുകയാണ്. ഞങ്ങൾക്ക് അതിനുള്ള ഫെസിലിറ്റീസിൽ മെയിൻ ഹാള് വേണം, വാഹനങ്ങൾ വേണം, തെറാപ്പിസ്റ്റിൻ്റെ എണ്ണം കൂട്ടണം, അങ്ങനെയൊക്കെ കുറേ ഇതുണ്ട്. പിന്നെ ഇതൊക്കെ ഇപ്പോൾ ഒരു രക്ഷിതാവാണ് വണ്ടിയില്ലാത്തതിൻ്റെ പേരിൽ അവർ രാവിലെയും വൈകുന്നേരം കൊടുന്നാക്കി കൊടുക്കുക. അവരെ തൊഴിലാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ പിന്നെ അവരെ എൻഗേജ്ഡ് ആവുകയാണ്. ആ എൻഗേജ്ഡ് നിന്നൊക്കെ അവരെ സ്വതന്ത്രമാക്കുക, ഇവരെ ആശ്രയിക്കാതെ അവരെ ജീവിക്കാൻ പഠിപ്പിക്കുക, അവരെ പിന്നെ ആശ്രയിക്കാതെ ഇവരും ജീവിക്കുക എന്നുള്ളൊരു മട്ടിലേക്ക് ഓരോരുത്തരെ വളർത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഏറ്റവും വലിയ സന്തോഷം എന്താ വെച്ചാൽ ഇവരെ നമ്മൾ ടൂറ് കൊണ്ടുപോകലുണ്ട്. പിന്നെ പല സ്ഥലത്തേക്കും കന്യാകുമാരി, തിരുവനന്തപുരം, ഊട്ടി അങ്ങനെ എല്ലായിടത്തും കൊണ്ടുപോകാറുണ്ട്. പിന്നെ അതോടൊപ്പം ഇവർക്ക് 200 പേർക്ക് നമ്മൾ ലൈസൻസ് എടുത്തു കൊടുത്തിട്ടുണ്ട്. മുച്ചക്ര വാഹനം ഓടിച്ചിട്ട് ലൈസൻസ് എടുത്തു കൊടുത്തിട്ടുണ്ട് 200 പേരിനടുത്ത്. അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ കല്യാണം കഴിച്ച് പോയിട്ടുണ്ട്. തൊഴിലുകൾ ഓരോരുത്തർ എൻഗേജ്ഡ് ആയിട്ടുണ്ട്. ശരിക്ക് കിൻഷിപ്പ് പഠിക്കണം. വി അബ്ദുറഹിമാനെ പോലെയുള്ള ഇപ്പോൾ അത്തരത്തിലുള്ള ആളുകളുടെയൊക്കെ ഒരു സഹായ സഹകരണങ്ങളൊക്കെ
നമ്മളെ എല്ലാ ജനപ്രതിനിധികളെയും എല്ലാവരും ബഹുമാനിക്കുന്നുണ്ട്. എല്ലാവർക്കും വരാം. അവർക്കൊരു സ്പേസ് ഇവിടെ ഉണ്ട്. അത് LDF എന്നോ UDF എന്നോ LDF എന്നോ UDF എന്നോ BJP ഒന്നുമില്ല. ഇവിടെ എല്ലാവർക്കും ഈ ഗേറ്റുകൾ എപ്പോഴും തുറന്നിട്ടിട്ടാണ് അവർക്ക് വന്ന് അവരെ അവരെ അധികാരം വെച്ചിട്ട് അവരെ എന്താ പറയുക അവരുടെ സൗകര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഞങ്ങൾക്കെന്നല്ല, ഇത്തരം കുട്ടികളിൽ ഒരുപാട് പേര് ഇനിയും പുറത്താണ്. മലപ്പുറം ജില്ലക്കകത്ത് തന്നെ 1.1 ലക്ഷം കുട്ടികൾ ഇങ്ങനെ ഉണ്ട്. പക്ഷേ ഒരു തരത്തിലും അവരൊന്നും സാറ്റിസ്ഫൈഡ് അല്ല. ഞാൻ ഇവരൊക്കെ പറയണത് നമ്മളോട് സംസാരിക്കുന്ന ഒരു ഭാഷ ഉണ്ട്. ഇവിടേക്ക് വരുമ്പോൾ അവർ സ്വർഗ്ഗമാണ്, കിൻഷിപ്പ് അവർ സ്വർഗ്ഗമാണ്. ഇതിങ്ങനെ എല്ലാ ഇടങ്ങളിലും എല്ലാ പഞ്ചായത്തുകളും ഇങ്ങനത്തെ സ്ഥാപനങ്ങളൊക്കെ വേണം. ഇത് നടത്താനുള്ള കുറച്ച് നല്ല മനുഷ്യരും വേണം. ഏതായാലും എല്ലാ വലിയ സൗകര്യങ്ങൾ ഉണ്ടാവട്ടെ, വലിയ വലിയ രീതിയിലേക്ക് മുന്നേറാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു. എൻ്റെ മകളെ ഒരുപാട് സ്ഥലത്ത് ഒരു ട്രെയിനിൽ വീണ കുട്ടിയാണ്. മോളെ പേര് റിയാഗഫൂർ എന്നാണ്. അതിനെ പല സ്ഥലത്തും ചികിത്സിച്ചിട്ട് ഒരു മാറ്റങ്ങളും കാര്യമായിട്ട് ഉണ്ടായില്ല. പക്ഷേ ഇവിടുന്ന് എന്ന് പറഞ്ഞൊരു ഇവിടെ ശരിക്കും ചികിത്സ അല്ല, ഒരു സ്നേഹം കൊടുക്കലാണ്. അത് പല നിലക്കും അവരെ ടൂർ കൊണ്ടുപോവുക, പാട്ട് പഠിക്കുക, പിന്നെ അവർക്ക് ഇഷ്ടമുള്ള എൻജോയ്മെൻ്റൊക്കെ ചെയ്യുക. അതിൽ കൂടെ തന്നെ ഫിസിയോതെറാപ്പി ഉണ്ട്, സ്പീച്ച് തെറാപ്പി ഉണ്ട്, ഒക്കുപേഷൻ തെറാപ്പി ഉണ്ട്. ഇപ്പോൾ ഞങ്ങളെ പഞ്ചായത്ത് പുറത്തൊരു മംഗലം പഞ്ചായത്താണ്, അവിടെയും ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് നാസറക്കാരെ പോലത്തെ ഒരു മനസ്സുള്ള ഒരു നടത്തിക്കാനുള്ള ഒരാളില്ല. ആ സംഭവം അതിനുണ്ട്. ഇവിടെ വന്നിട്ട് ഞങ്ങൾ വന്നിട്ടിപ്പോൾ 2 മാസമായിട്ടുള്ളൂ. നല്ല മാറ്റമാണ് മോൾക്ക് വന്നത്. പുറത്തിറങ്ങിയിട്ടില്ലെന്ന് അധികം റൂമിൻ്റെ ഉള്ളിലായിരുന്നു. ഞാൻ അങ്ങോട്ട് കൊണ്ടുവച്ചിട്ട് കുറേ ആയിരുന്നു. പക്ഷേ മൂക്കിലും ടെക്കോസ്റ്റമിയും വെന്റിലേറ്ററും മറ്റേ യൂറോ എല്ലാം കൊണ്ടും ഇതുവരെ കൊണ്ടുവരാൻ പറ്റാഞ്ഞത്. ഇന്നത്തെ കലാകാരന്മാരുടെ വരവൊക്കെ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് വളരെ ആഗ്രഹം. നല്ല മാറ്റം കണ്ടില്ല. നല്ല മാറ്റം, നല്ല സന്തോഷമായി പരിചയപ്പെട്ട് വിഷയങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞൊക്കെ ചോദിച്ചറിഞ്ഞു. ഓക്കെ, നല്ല സന്തോഷത്തിലാണ്. ഇപ്പോൾ വീട്ടിൽ തന്നെ നേരം വിളിക്കുമ്പോൾ കിൻഷിപ്പിക്ക് വരണം എന്നുള്ളതാണ് ചിന്ത. അവൾക്ക് ഒരു വലിയ മാറ്റം തന്നെയാണ്. എന്തായാലും ഇനി എൻ്റെ ഭാര്യനെ എൻ്റെ കുടുംബത്തിനെ സംബന്ധിച്ചോളം ഇതൊരു വലിയൊരു വീടാണ്. അവളെ സംബന്ധിച്ചത് വലിയൊരു കളിസ്ഥലമാണ്. എല്ലാം കൂടിയാണ്. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവിധ ഭാഗങ്ങളും ഇതിന് നേരിടുന്നത്.